ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 148 മുതൽ 150 വരെ. ഇന്നത്തെ കുറിവാക്യം എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. അഹശ്വേരോശിൻ്റെ കാലത്ത് ശൂശൻ പട്ടണത്തിൽ ജീവിച്ച അതിസുന്ദരിയും ധീരയുമായിരുന്ന യഹൂദ വനിതയായിരുന്നു എസ്തേർ. ഈ പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നതാണ്. മാത്രമല്ല, എസ്തേറിൻ്റെ എബ്രായ പേര് ഹദസ എന്നാണ്. ഈ പേരിൻ്റെ അർത്ഥം കൊഴുന്ത് എന്നും കാണുന്നു. പേര് പോലെ തന്നെ തൻ്റെ സ്വന്തം ജനമായ യഹൂദ വംശത്തിനു വേണ്ടി ഒരു നക്ഷത്രമായും മറ്റുള്ളവർക്ക് സൗരഭ്യം പരത്തുന്ന കൊഴുന്തു ചെടിയായി നിലനിൽപ്പാനും എസ്തേറിന് സാധിച്ചു. തൻ്റെ ജനത്തെ വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുക എന്നത് എസ്തേർ തൻ്റെ ദൗത്യമായി ഏറ്റെടുക്കുന്നു. ദൈവാശ്രയവും നിശ്ചയദാർഢ്യവും വംശസ്നേഹവും ധീരതയും ഒന്നിച്ചു വിളങ്ങിയ ഒരു സ്ത്രീരത്നമായിരുന്നു എസ്തേർ. എസ്തേറിനെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, അനാഥമാക്കപ്പെട്ട ബാല്യത്തിനുടമയായ എസ്തേർ. അബീഹൈലിൻ്റെ മകളും ബെന്യാമീൻ വംശജയുമായിരുന്നു എസ്തേർ. 2-ാം അധ്യായം 5-ാം വാക്യത്തിലും 9-ാം അധ്യായം 29-ാം വാക്യത്തിലും കാണുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു മൊർദെഖായിയും തൻ്റെ ചിറ്റപ്പനും എസ്തേറിൻ്റെ പിതാവായ അബീഹൈലും. എസ്തേറിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളെങ്ങും കാണുന്നില്ല. എസ്തേർ തൻ്റെ മാതാപിതാക്കൾക്ക് പ്രവാസത്തിൽ ജനിച്ച മകളായിരുന്നു. തൻ്റെ മാതാപിതാക്കൾ അകാല മരണം അടഞ്ഞതിനാൽ പിതാവിൻ്റെ സഹോദരപുത്രനായ മൊർദെഖായി അവളെ വളർത്തിയിരുന്നു. മൊർദെഖായി അവളെ മകളായിട്ട് ഏറ്റെടുത്തു എന്ന് കാണുന്നുണ്ട്. മൊർദെഖായിയുടെ സംരക്ഷണവും ശിക്ഷണവും എസ്തേറിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ദൈവാശ്രയ ബോധത്തിലും സഹാനുഭൂതിയിലും അനുകമ്പയിലും ഒക്കെ അവളെ മൊർദെഖായി വളർത്തിയെടുക്കുന്നു. അതിനാൽ അവളുടെ സാഹചര്യങ്ങളിൽ പരിതപിക്കാതെ അവൾ ധീരതയോടെ വളരുവാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമതായിട്ട്, വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന യുവത്വത്തിനുടമയായ എസ്തേർ. താൻ അനുഭവിച്ച അടിമത്വവും അനാഥത്വവും എസ്തേറിനെ നയിക്കുന്നത് യഹൂദന്മാരുടെ ഉദ്ധാരണത്തിലും വീണ്ടെടുപ്പിലേക്കുമാണ്. വളർത്തച്ഛനായ മൊർദെഖായിയുടെ ചടുലമായ തീരുമാനങ്ങളിലും ആലോചനയിലുമൊക്കെ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും യൗവനയുക്തയായ എസ്തേറിന് സാധിക്കുന്നുണ്ട്. ഇവിടെ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ യഹൂദ വംശത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ മൊർദെഖായി എസ്തേറിനോട് ഇപ്രകാരം പറയുന്നു: നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്ന്. അങ്ങനെ യൗവന പ്രായത്തിൽ തൻ്റെ പദവി ഉപയോഗിച്ച് യഹൂദന്മാരെ വീണ്ടെടുക്കുന്ന എസ്തേറിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എസ്തേറിനെ പോലെ നമ്മൾ ആയിരിക്കുന്ന ഇടത്തു നിന്നും ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുവാനും കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എസ്തേറിനെ പോലെ മറ്റുള്ളവരുടെ രക്ഷകരായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.